കുഞ്ഞിപ്പാത്തുമോ തല തുടച്ചതാ. രാത്രി TV കണ്ടുകൊണ്ടിരുന്ന ലച്ചുവിനെ മടിയിൽ ടവൽ കൊണ്ടിട്ട് അൽത്താഫ് പറഞ്ഞു. അയ്യേ, കൊച്ചുകുട്ടിയാണോ? കുളിച്ചിട്ട് തല തുടയ്ക്കാൻ അറിയൂലേ? അതൊക്കെ അറിയാം, പക്ഷെ എനിക്കിന്ന് എന്റെ പാത്തുമ്മ തല തുടച്ചു തന്നേ പറ്റും. തുടക്കേ. സോഫയിലിരുന്ന അവൾക്ക് മുന്നിൽ മുട്ടിലിരുന്നു അവൻ. അവൾ ടവലെടുത്ത് പതിയെ അവന് തല തുടച്ചു കൊടുത്തു. പിന്നെ മുഖത്ത് പറ്റിയിരുന്ന വെള്ളത്തുണികളും തുടച്ചു മാറ്റി. ഇനി നെറ്റിയിൽ ഉമ്മ വയ്ക്ക്. അവൻ പറഞ്ഞു കേട്ട് ലച്ചു പെട്ടെന്ന് അവനെ നോക്കി. എന്താ? നെറ്റിയിൽ ഉമ്മ വയ്ക്കാൻ? അലോസേ. ലച്ചു അവനെ മൂക്ക് പിടിച്ചൊന്ന് നോവിക്കാതെ തിരുമി. അതെ, എൻ്റെ ഉമ്മി തല തുടച്ചു തന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഉമ്മ വയ്ക്കും. എനിക്കിപ്പോൾ അതുപോലെ ഉമ്മ വേണം. അവൻ കൊച്ചുകുട്ടികളെപ്പോലെ അവൾക്ക് മുന്നിൽ നിലത്തിയിരുന്നു. ലച്ചു മടിയോടെ അവൻ്റെ താടിയിൽ പിടിച്ച് മുഖം അവൾക്ക് നേരെ ഉയർത്തി. പിന്നെ ആ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. അവൻ കണ്ണുകളെടുത്തത് സ്വീകരിച്ചു. അപ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ എൻ്റെ പാത്തുമ്മ സാധിച്ചു തരും അല്ലേ? അവളുടെ പഞ്ഞി പോലുള്ള തൊടുത്ത കവളിൽ ചൂണ്ടുവിരൽ ഓടിച്ച് അൽത്താഫ് ചോദിച്ചു. അവൾ പതുങ്ങി ചിരിച്ചു. പാത്തുമ്മോ? അവൻ വീണ്ടും വിളിച്ചു. അപ്പോഴും വിരൽ കവൾ തഴുകുന്നുണ്ടായിരുന്നു. എന്തോ? ലച്ചു വിളിയും കേട്ടും. എൻ്റെ പാത്തുന് എവിടെയാണ് ഹണിമൂൺ പോവേണ്ടത്? എനിക്കങ്ങും പോവണ്ട. ലച്ചുവിന് അവനെ നോക്കാൻ തന്നെ നാണം തോന്നി. അങ്ങനെ പറയല്ലേ, നമുക്ക് പോണം. എൻ്റെ കുഞ്ഞിപ്പാത്തു പറയേ, നമുക്ക് എവിടെ പോകേണ്ടത്? ചോദിക്കുമ്പോൾ കവളുടെ അരച്ച വിരലുകൾ കഴുത്തിലേക്ക് ഇറങ്ങി. ലച്ചു പിടഞ്ഞുകൊണ്ട് അവന്റെ കൈ പിടിച്ചു വെച്ചു. മിണ്ടാതിരിക്കല്ലോ സേ. എന്നാ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയേ. ചോദിച്ചിട്ട് അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കി. കുളിച്ചു മുടി അഴിച്ചിട്ട് മുഖത്ത് യാതൊരു ചമയങ്ങളും ഇല്ലെങ്കിലും ഒരു കൊച്ചു സുന്ദരിയായി മുന്നിലിരിക്കുന്ന ഈ പെണ്ണിനെ ഒന്നോടെ വിഴുങ്ങാൻ തോന്നി അവന്. ഇങ്ങനെ നോക്കല്ലോ സേ. അതെന്താ? എനിക്ക് നോക്കിക്കൂടെ? തറയിൽ നിന്നും ചാടി എഴുന്നിട്ട് സെറ്റിലിരുന്ന അവളുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് അൽത്താഫ് ചോദിച്ചു. നോക്കണ്ട. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കെന്തോ പോലെ. അവനോട് പറയും. അവളുടെ മുഖം ചുവന്നു വന്നു. കവളിൽ രക്തം ഇരച്ച് കയറുന്നതും കാണാനുള്ള കൊതിയോടെ അവൻ വീണ്ടും വീണ്ടും അവളെ നോക്കി. നോക്കല്ലേ പ്ലീസ്. അവൾ കൈകൊണ്ട് അവന്റെ കണ്ണുകൾ മൂടാൻ ശ്രമിച്ചു. അടുത്ത നിമിഷം അവൻ ഒറ്റ ഇരിപ്പിൽ അവളുടെ വയറിൽ മുഖം പൂഴ്ത്തി. ടോപ്പിന് പുറത്തോടെയാണെങ്കിലും അവന്റെ മീശയും താടിയും കുത്തിക്കൊണ്ട് ലച്ചു കിടുങ്ങിക്കൊണ്ടിരുന്ന ഇരിപ്പിൽ തുള്ളിപ്പോയി. അവൻ അവളെ വിടാതെ അറയിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നു. പേടയണ്ട പാത്തുമോ, ഞാൻ വിടൂല. അല്ലോ അലുസേ, പ്ലീസ് വിടുവോ? വിറയിലൂടെ അതിലേറെ തന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം അറിഞ്ഞ് ലച്ചു പറഞ്ഞു. നിന്റെ കെട്ടിയോൻ നിന്നെ വിടാനല്ലടി കെട്ടിളെ പിടിച്ചത്. അവളുടെ മടിയിൽ മലർന്ന് കിടന്ന് ആ കഴുത്തിൽ വിരൽ ഒടിച്ചു അൽത്താഫ് പറഞ്ഞു. മസാജ് ചെയ്യേ പാത്തുമ. അവളുടെ കൈ പിടിച്ച് തലയിൽ വെച്ചു. അവന്റെ വാക്കുകൾ തലോടലിലൊക്കെ ലച്ചു ശരിക്കും കുഴഞ്ഞു പോയെങ്കിലും അവന്റെ മുടികൾക്കിടയിലൂടെ ആ നീണ്ടു മെലിഞ്ഞ വിരലുകൾ പതിയഴിഞ്ഞു. ആ സുഖത്തിൽ അവളുടെ മടിയിൽ കണ്ണുകൾ അടച്ചു കിടന്നു. എന്റെ കുഞ്ഞിപ്പാത്തുമ്മ ഉറങ്ങിയോ? കുറച്ച് ഏറെ നേരം കഴിഞ്ഞതും തലയിൽ വിരൽ അനങ്ങാതെ ആയപ്പോഴാണ് അൽത്താഫ് കണ്ണു തുറന്നു നോക്കിയത്. സെറ്റിലെ ചാരി എന്ന് ഉറങ്ങിപ്പോയിരുന്നു ലച്ചു. അവൻ പതി എഴുന്നേറ്റ് അവളെ കോരിയെടുത്ത് റൂമിൽ കൊണ്ടുപോയി കിടത്തി. പിന്നെ അവൻ ആ മുഖത്തേക്ക് കൊതി തീരാതെ നോക്കിയിരുന്നു. എന്റെ പെണ്ണ്, ഈ അൽത്താഫിന്റെ മാത്രം. മനസ്സിലോർത്ത് അവളുടെ നെറുകിൽ ചുണ്ടു ചേർത്ത് നെഞ്ചോട് അണച്ചു കിടന്നു അവൻ. രാവിലെ ലച്ചു ഉണരുമ്പോൾ അൽത്താഫ് അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അവൾ അവനെ കണ്ണിമ മായ്ക്കാതെ നോക്കി കിടന്നു. ഈ കരുതലും സ്നേഹവുമൊക്കെ എന്നും കൂടെ ഉണ്ടാവണേ എന്നൊരു പ്രാർത്ഥനയുടെ ലച്ചു ആ കൈക്കുള്ളിൽ നിന്നും പതി ഊർന്നിറങ്ങി. കുളിച്ച് ഫ്രഷായാണ് ലച്ചു കിച്ചണിൽ വന്നത്. രാത്രിയൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെച്ചതിനാൽ രാവിലെ അടുക്കളയിൽ എത്തുമ്പോൾ ഒരു സന്തോഷം തോന്നി. കുഞ്ഞിപ്പാത്തുവേ. പിന്നിൽ നിന്ന് വന്ന് വയറിലൂടെ കൈ ചുറ്റിപ്പിടിച്ചെന്ന് വിളിച്ചു അൽത്താഫ്. അലൂസേ, വിട്ടേ. എന്താ ഈ കോഫി എടുത്ത് കുടിക്ക്. അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു ലച്ചു. ഞാൻ എന്തിനാ പറഞ്ഞില്ലേ കുഞ്ഞിപ്പാത്തുമോ, ഞാൻ പിടിക്കുന്നത് വിടാനല്ലെന്ന്. കഴുത്തിൽ മുഖം ചേർത്ത് അവൻ പറയെ ലച്ചു പിടഞ്ഞുപോയി. അവന്റെ ചുണ്ടും കഴുത്തിൽ നുരസിപ്പോയി. ആദ്യമായി അറിയുന്ന ആ അനുഭൂതി ലച്ചു തളർന്നുപോയി. അത് മനസ്സിലായതുപോലെ അവൻ അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ ചേർത്ത് നെറുകിയിൽ മൊത്തം വെച്ചു. പിന്നെ ആ വിടർന്ന പനിനീർപ്പൂ പോലെയുള്ള ചുണ്ടിൽ അവൻ ചുണ്ട് ചേർത്തുന്ന ഉരസി. ഞെട്ടിപ്പിടഞ്ഞുണ്ടി ലച്ചു അൽത്താഫിനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെ തലയിൽ പതിയെ തലോടി. പാത്തുമോ, ഞാനേ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലോ? അതെന്തിനാ ഇപ്പോ അതൊക്കെ? പിന്നെ നമുക്ക് ജീവിക്കേണ്ട പെണ്ണേ. ദുബായിൽ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് നടത്തി എക്സ്പീരിയൻസ് ഉണ്ട് പാത്തുമോ നിന്റെ കെട്ടിന്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും അത് മതി. അതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? അത്രയ്ക്ക് ലസിന്റെ കയ്യിലുണ്ടോ? ആരാ സഹായിക്കാൻ? ലച്ചു വിഷമത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അയ്യേ എന്റെ കുഞ്ഞിപ്പാത്തുവേ, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഏകദേശം 5 വർഷത്തോളം സ്വന്തം സ്ഥാപനമായാലും അത്യാവശ്യം നല്ല സാലറിയിൽ തന്നെ ആടിപ്പെണേ ഞാൻ അവിടെ വർക്ക് ചെയ്തത്. എന്നാൽ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ക്യാഷ് വേണ്ടേ? ലച്ചുവിന് സംശയം തീരുന്നില്ല. അതൊക്കെ വേണം. തൽക്കാലം കയ്യിലുള്ള ക്യാഷും ബാക്കി ലോൺ കൂടെ എടുത്ത് ശരിയാക്കാം. അതൊക്കെ ഏകദേശം സെറ്റാണ്. എന്റെ കുഞ്ഞു പെണ്ണ്, അതൊന്നും ഓർത്തി കുഞ്ഞു തല പോയിക്കണ്ട. വല്ലാത്തൊരു ഇഷ്ടത്തോടെ വീണ്ടും
ആ നെറ്റിയിൽ ചുണ്ടമർത്തി അൽത്താഫ്. അലുസേ, ഇങ്ങനെ പിടിച്ചു വെച്ചാ എനിക്ക് കോളേജിൽ പോകണ്ടേ? വിടാതെ നെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുന്ന അവനോട് ലച്ചു പതിയെ ചോദിച്ചു. എന്താണ് എന്റെ കുഞ്ഞിപ്പാത്തു ഈ വെപ്രാളം? അവളെ ചെവിയിൽ ചുണ്ടമർത്തി അവളെ വിട്ടുമാറിയവൻ. കോഫി തണുത്തിട്ടുണ്ടാകും, ഞാൻ വേറെ എടുക്കാം. വേണ്ട, ഇത് മതി. രാവിലെ എല്ലാം കൂടെ ചെയ്യാൻ നിൽക്കണ്ട. രാവിലെ കഴിക്കാൻ മാത്രം ഉണ്ടാക്കും. ഉച്ചയ്ക്ക് ഞാൻ പുറത്തുനിന്നും കഴിക്കാം. നീയും ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചു. പിന്നെ വൈകിട്ട് നമുക്ക് ഒരുമിച്ച് പാചകം ചെയ്യാം. അവളുടെ കവളിൽ തലോടി അൽത്താഫ് പറഞ്ഞു. അതൊന്നും വേണ്ട, ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോഴും അവളുടെ കവിളിൽ നിന്ന് ചുണ്ടമർത്തിയവൻ. ഒന്നും വേണ്ട, പോയി കുളിച്ച് റെഡിയായി വന്നേ. അപ്പോഴേക്കും ഇവിടെ എല്ലാം ആവും. അവനെ ഉന്തിത്തള്ളി കിച്ചണിൽ നിന്നും പുറത്തിറക്കി വെച്ചു. പിന്നെ ഒരു പാച്ചിലായിരുന്നു ലച്ചു. ഇഡലി സാമ്പാറും ഉണ്ടാക്കി, കൂടെ ഒരു തേങ്ങാ ചമ്മന്തി, പിന്നെ ചോറ് വെച്ച് കൂടെ മീൻ വറുത്തെടുത്തു. കോവയ്ക്ക മെഴുക്ക് പൊട്ടിയും ഉണ്ടാക്കി. പിന്നെ അച്ചാറുമൊക്കെ വാഴയില വെട്ടി പൊതി കെട്ടിയെടുത്ത് മാറ്റി വെച്ചു ഉച്ചയ്ക്ക് അവനെ കഴിക്കാൻ. പിന്നെ അവൾക്കുള്ളത് പാത്രത്തിൽ നിറച്ചു വെച്ചു. വെള്ളവും എടുത്തു ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് എന്നിട്ടാണ് റൂമിലേക്ക് വന്നത്. അലുസേ, എന്തെവിടെ പരിപാടി? റെഡിയായില്ലേ? റൂമിനകത്തേക്ക് കയറി വന്ന് ലച്ചു ചോദിച്ചു. അയൺ ചെയ്യുകയാണ് എന്റെ പാത്തുമോ. അയ്യേ, എന്റേത് ഞാൻ ചെയ്തോളാം, ഇങ്ങനെ തന്നെ. അവൻ എടുത്തു വെച്ച് അയൺ ചെയ്യുന്ന അവളെ ടോപ്പ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ലച്ചു. എടി പാത്തുമോ, അതെന്താ ഞാൻ ചെയ്ത ശരിയാവില്ലേ? എന്നാലൊന്നും കാണാലോ. വേണ്ടായിരുന്നു. അവൻ വീണ്ടും അത് തന്നെ ചെയ്യുന്നത് കാണാൻ വിഷമത്തോടെ ലച്ചു പറഞ്ഞു. അതൊക്കെ വേണം, എന്റെ കുഞ്ഞു ചെന്ന് മീല് കഴുകിട്ട് വായോ വേഗം. പറഞ്ഞിട്ട് വീണ്ടും അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ ലച്ചു വേഗം ചെന്ന് മേലൊന്നും കഴുകി വന്നു. അവൻ തേച്ചു വെച്ച മെറൂൺ കളർ ടോപ്പും വൈറ്റ് ലെഗിൻസും ഇട്ട് റെഡിയായി. വെള്ള ഷോൾ കഴുത്തിലൂടെ ചുറ്റിയിട്ടിറങ്ങി. ഇതെന്തിനാ ഷോൾ ഇങ്ങനെ ഇടുന്നത്? നീ മുന്നേ ഇടും പോലെ മതി, ഒരു സൈഡിൽ ഇട്ടാ മതി. ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഒരു പ്ലേറ്റിൽ വിളമ്പിയെടുക്കുമ്പോൾ അവൻ പറഞ്ഞു. ലച്ചു അവനെ നോക്കിയിട്ട് പ്ലേറ്റ് എടുത്തു. വേണ്ട പാത്തു, നമുക്ക് രണ്ടാൾക്കും കൂടെയാണ് ഇതിലെടുത്തത്. ഇവിടെ വാ. അവളെ എടുത്ത് പിടിച്ചിരുത്തി ഇഡലി മോർച്ച കറിയിലുമൊക്കെ അവളെ വായിൽ വെച്ച് കൊടുത്തു. കൂടെ അവനും കഴിച്ചു. ലച്ചുവിനും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ താൻ അർഹയാണോ ദൈവമേ? മുഖമായി അവളുടെ മനസ്സ് കേണു. എന്താടി മുഖം വല്ലതായാലോ? ലച്ചുവിന്റെ മുഖം മാറിയതും അവൻ ചോദിച്ചു. ഒന്നുമില്ല ലൂസേ, ഷോളൊക്കെ അങ്ങനെ ഇട്ട കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? നീയായിരുന്നാൽ മതി, എനിക്കതാണ് ഇഷ്ടം. ലച്ചു അവന്റെ മുഖം പിടിച്ച് താഴ്ത്തി ആ കവളിൽ ചുണ്ടമർത്തി അവൻ കണ്ണുകളടച്ചത് സ്വീകരിച്ചു. ചുണ്ടിൽ നിറച്ചിരിയുമായി. ഉച്ചക്കുളന്താ എടുത്ത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് കഴിക്കണം, മറന്നു പോകരുത് കേട്ടല്ലോ. ഓ, മറക്കില്ല എന്റെ പാത്തുമോ. കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതല്ലേ, ഞാൻ ഓർമ്മയോടെ വന്ന് കഴിച്ചോളാം. ഇപ്പൊ എന്റെ പൊന്നു വാ, നമുക്ക് പോവാം. അവളെ ചേർത്ത് പിടിച്ച് അവൻ പിന്നെ ഇരുവരും കൂടെ വീട് പൂട്ടിയിറങ്ങി. കോളേജ് ഗേറ്റിന് അടുത്ത് ലച്ചുവിനെ ഇറക്കി. എടി ദേ നോക്കിക്കേ, ഹരിത നിന്നെ കാത്തു നിൽക്കുവാണ്. ഞാൻ കണ്ടു അലുസേ, പോട്ടെ. അവന് ടാറ്റായും പറഞ്ഞ് ലച്ചു ബാഗുമെടുത്ത് ഹരിതയ്ക്ക് അരികിലേക്ക് ഓടി. അവനും ലച്ചുവിന്റെ ഓട്ടം കണ്ട് ചീരിയുടെ കാറും എടുത്തു പോയി. നേരത്തെ വന്ന ഹരിതക്കുട്ടി എന്ന് വന്ന സമയത്ത് തന്നെയാണ് ഇന്നും ഇറങ്ങിയത്. നീയാണ് താമസിച്ചത്? ആണോ? ജോലിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോ ഒത്തിരി താമസിച്ചു. കാര്യങ്ങളും പറഞ്ഞിരുവരും ക്ലാസ്സിലേക്ക് പോയി. ദിവസങ്ങൾ പതിയെ കൊഴിഞ്ഞു വീണു. അൽത്താഫ് എന്ന ലച്ചുവിന്റെ അലുസമുള്ള ജീവൻ തന്നെ ആവുകയായിരുന്നു. അതായിരുന്നു അവനും വേണ്ടിയിരുന്നത്. ആരെന്തു പറഞ്ഞാലും ഒന്നിനു വേണ്ടിയും തന്റെ പ്രാണൻ തന്നെ വിട്ടു പോകരുത് എന്നും. കുറച്ച് ദിവസങ്ങൾ കൂടെ കടന്നുപോയി. ഒരു ദിവസം രാത്രി പുറത്ത് ഇടിച്ചു കുത്തി പെയ്യുന്ന മഴയിൽ കണ്ണു നട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുവാണ് ലച്ചു. അൽത്താഫ് രാവിലെ അവളെ കോളേജിൽ കൊണ്ട് വിട്ടിട്ട് പോയതാണ്. ഇപ്പൊ രാത്രി 10 മണിയായി, ഇതുവരെയും എത്തിയിട്ടില്ല. വിളിച്ചിട്ട് ആദ്യമൊന്നും എടുത്തില്ല. ഇപ്പൊ സ്വിച്ച് ഓഫുമായി. ആരെ വിളിക്കണം, ആരോട് ചോദിക്കുമെന്നറിയാതെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുവാണ് അവൾ. സൂപ്പർ മാർക്കറ്റിന്റെ ആവശ്യവുമായി അവൻ തിരക്കിലാണ്, അറിയാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വിളിച്ചിട്ടുമില്ല. അങ്ങനെ വിളിക്കാതിരിക്കില്ല. ക്ലാസ് കഴിഞ്ഞ് ലച്ചു വന്നാൽ പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് അവൻ അവളെ വിളിക്കും. അതാണ് അവളെ വിഷമിപ്പിക്കുന്നതും. ഇടിയും മിന്നലും പേടിയാണ് ലച്ചുവിന്. പക്ഷെ ഇന്ന് അതൊന്നും പ്രശ്നമില്ല. ആ മഴയിൽ നോക്കി നിൽക്കുമ്പോൾ അവനൊന്ന് വന്നാ മതി എന്നതായിരുന്നു പ്രാർത്ഥന. ഒന്ന് വായാലോസേ. കുഞ്ഞിപ്പാത്തിന് പേടിയാവുന്നു. വിങ്ങിക്കരഞ്ഞുകൊണ്ട് ലച്ചു പുറത്തെ മഴയിലേക്ക് നോക്കി. ഇതിനിടെ കറന്റും പോയി. പേടിയോടെ അവൾ സീറ്റോട്ടിൽ നിലത്തേക്കിരുന്നു. ഒരു ചെറിയ വെട്ടത്തോടൊപ്പം ഓട്ടോയുടെ ശബ്ദവുമാണെന്ന് കേട്ടതോടെ വീണ്ടും അവൾ അവിടെ തന്നെ ഇരുന്നു. ഗേറ്റിന് മുന്നിൽ ഓട്ടോ നിൽക്കുന്ന കേട്ടതോടെ ലച്ചു നിരത്തിരുന്ന് തന്നെ പുറത്തേക്ക് നോക്കി. മിന്നിന്റെ വെളിച്ചത്തിൽ ഡ്രൈവർക്ക് കാശ് കൊടുത്ത് ഗേറ്റ് തുറക്കുന്ന അൽത്താഫിനെ കണ്ടതോടെ ലച്ചു ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഇറങ്ങി അലച്ചു പെയ്യുന്ന മഴയിലേക്ക് അവൾ ഓടി ഇറങ്ങി വന്നു. അലസേ, എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ പേടിച്ചുപോയി. പാഞ്ഞു വന്ന് അവനെ ചുറ്റിപ്പിടിച്ച് ആർത്തു കരയുന്ന പെണ്ണിനെ അവൻ വരിഞ്ഞു മുറുക്കി. പാത്തുമോ, കരയണ്ട, ഞാനിങ്ങി വന്നില്ലേ. പൊനെ, പിന്നെന്താ, വാ എന്റെ പൊഞ്ഞിപ്പാത്തുമോ. നനവിൽ കുതിർന്ന് അവനെ കെട്ടിപ്പിടാൻ നിൽക്കുന്ന പെണ്ണിന്റെ ദേഹത്തിന്റെ മൃദുലതയും തണുപ്പും ഒക്കെ അവനെ മറ്റൊരു ലോകത്ത് കൊണ്ടെത്തിക്കുന്നുണ്ടായിരുന്നു. പാത്തുമോ, എന്റെ കൊച്ചു വായു, നമുക്ക് വീടിനുള്ളിൽ പോകടി. ഇന്നിങ്ങനെ നിന്നാൽ എന്റെ നിയന്ത്രണം വിട്ടു പോകടി. അനങ്ങാതെ അവനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന പെണ്ണെ മുറുക്കി നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു അവൻ പറഞ്ഞു.
എന്തിന് ഫോൺ ഓഫ് ചെയ്തത്? ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ? എനിക്ക് അല്ലൂസില്ലാതെ മരിച്ചു പോകും. ഇല്ലടാ, ഫോൺ ഓഫ് ചെയ്തതല്ല, ചാർജ് തീർന്ന് ഓഫായി പോയതാണ്. പിന്നെ കാർ വഴിയിൽ പണി മുടക്കി, പിന്നെ വർക്ക്ഷോപ്പിൽ വിളിച്ചപ്പോൾ വന്നു നോക്കി. നാളെ കിട്ടും, അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചു പോകുന്നത്. നമുക്ക് അകത്തേക്ക് പോകാമടാ. വരിഞ്ഞു മുറുക്കി പിടിച്ചു വച്ചിരുന്ന പെണ്ണെ കോരിയെടുത്ത് അവൻ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവൻ ഇരുവരും വിറച്ചു തുടങ്ങിയിരുന്നു. അവളെ താഴെ നിർത്തി അവൻ തന്നെ വാതിൽ അടച്ചു കുറ്റിയിട്ടു. പിന്നെ അവിടുത്തെ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്ത് ഇതൊക്കെ നോക്കി നിൽക്കുവാണ് ലക്ഷ്യം. കറണ്ട് പോയിട്ട് ഒരുപാട് നേരമായ പാത്തുമോ. വീണ്ടും അവളെ എടുത്തുയർത്തി റൂമിലേക്ക് കൊണ്ടുപോയി. അവൻ അവളെ വിടാതെ ചുറ്റിപ്പിടിച്ചിരുന്നു. എന്താ എന്റെ കുഞ്ഞു പാത്തുമ്മയ്ക്ക്? ആ മുഖം താടിയിൽ പിടിച്ചുയർത്തി അവൻ കലങ്ങിച്ചുവന്ന കണ്ണുകൾ കാണി അവന്റെ നെഞ്ചി പടഞ്ഞു. ഇരു കൈ കണ്ടും ആ മുഖം പൊതിഞ്ഞു പിടിച്ചു. പിന്നെ ആ കുഞ്ഞു മുഖത്താകെ ചുണ്ടമർത്തി. പിന്നൊടുവിൽ ആ ചുണ്ടിൽ വന്ന് അവസാനിക്കുമ്പോൾ ഒരു കോതിയോടെ അവൻ ആ മേൽചുണ്ടും കവർന്നെടുത്ത് നുണഞ്ഞു തുടങ്ങി. പിടഞ്ഞുയർന്ന ആ ദേഹം അവൻ എടുത്ത് ഉയർത്തി. ആ നേരം ചുംബനം കീഴ്ചുണ്ടിലേക്ക് മാറി. ശക്തി പ്രാപിച്ചു കഴിഞ്ഞതും ആദ്യമായി അറിയുന്ന അനുഭൂതി. ഇരു ശരീരവും ഭാരമില്ലാതെ ഒരപ്പൂപ്പൻ താടി പോലെ പാറിപ്പറക്കുന്ന അവസ്ഥ. ഒടുവിൽ ആ ദേഹം കുഴഞ്ഞു പിടഞ്ഞപ്പോഴാണ് അവൻ ആ ചുണ്ടുകൾ മോചിപ്പിച്ചത്. തന്റെ ഉമ്മിനിൽ കുതിർന്ന ആ ചുവന്ന് തടിച്ചു പോയ ചുണ്ട് തള്ളവരിൽ കൊണ്ട് പതിയെ തുടച്ചു കൊടുത്തു. പനി പിടിക്കും. മഴയും നനഞ്ഞ് തല തുടയ്ക്കാതെ എത്ര നേരം അതിന്റെ പാത്തുമോ? ആ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് ചുണ്ടുകൊണ്ട് ഉരസി അവൻ ചോദിച്ചു, അലുസേ? പെണ്ണൊന്നു പിടഞ്ഞു. അവൻ വെളുത്തു മെലിഞ്ഞ കഴുത്തിലൊന്ന് കടിച്ചു. പെണ്ണൊന്ന് കുറുകി. ആ ശബ്ദം അവനെ ഉന്മാദത്തിയാക്കി. ഒരു നിമിഷം പോലും കളയാതെ അവൻ ആ കഴുത്ത് ആകെ കടിച്ചു നുകർന്നു. മഴവെള്ളം മൂത്തുപോലെ പറ്റിയിരിക്കുന്ന കഴുത്തിൽ കൊതിയോടെ അവൻ തന്റെ നാവിടച്ചു. അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തുമ്പോഴും ആ നനഞ്ഞ ഡ്രസ്സ് അഴിഞ്ഞു മാറിയപ്പോഴും ഒക്കെ അവന്റെ വിരലുകൾ നാവും ചുണ്ടു നൽകുന്ന അനുഭൂതിയിൽ സർവ്വം മറന്ന് അവനെ വരിഞ്ഞു മുറുക്കിലിച്ചു. ഇടയ്ക്ക് എപ്പോഴും വേദനയോടെ അവനെ തള്ളി നീക്കാൻ ശ്രമിച്ച അവളെ കുഞ്ഞിപ്പാത്തുമോ എന്ന വിളിയോടെ ആ ചുടികളെ അവൻ നുകർന്നെടുത്തു. കൈകൾ എവിടേക്കോ ഞെരിച്ച് അമർത്തി. ഒടുവിൽ അലുസേ എന്നൊരു പുലമ്പൽ അവളിൽ നിന്നും പുറത്തു വന്ന നിമിഷം അവൻ തളർച്ചയുടെ അടങ്ങാത്ത കിതപ്പോടെ ആ മുന്തിരിമൊട്ടൊന്നുകൂടെ ആഞ്ഞു നുകർന്നുകൊണ്ട് ആ മാറിൽ തന്നെ തളർന്ന കിടന്നു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുഞ്ഞിപ്പാത്തുവേ. ബെഡിൽ ഇറങ്ങിക്കിടന്ന് അവളെ എടുത്ത് നെഞ്ചിൽ കിടത്തിയവൻ വിളിച്ചു. ഒന്ന് മൂളിയതേ ഉള്ളുവൾ. വയ്യേ എന്റെ പാത്തുന്? വേദനിക്കുന്നുണ്ടോ പൊനെ? അവളെ കവളിൽ പറ്റിപ്പിടിച്ച കണ്ണുനീർത്തുള്ളി പോലും നുണഞ്ഞിറക്കി അൽത്താഫ് ചോദിച്ചു. കുഴപ്പം ഒന്നുമില്ല അല്ലൂസേ, ഒട്ടും വേദനയില്ലടാ. ഇച്ചിരിയുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നത്ര. അല്ലൂസ് വിഷമിക്കേണ്ട. അവനെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു ലച്ചു. പാത്തുമോ, എനിക്ക് എന്റെ പാത്തുന്റെ മുഖം കാണണം. വേണ്ട വേണ്ട, എനിക്ക് പാത്തുമോ ഇപ്പോ ഇങ്ങനെ വേണമെന്ന് നിന്റെ അലസു വിചാരിച്ചതേയില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയത്. അതിന് വല്ലാത്തൊരു മധുരവും ലഹരിയുമാണ് പൊന്നെ. അലൂസേ, എനിക്ക് ഒരിക്കലും നല്ലൊരു ഭാര്യ ആവാനോ ഇതുപോലെ എല്ലാ അർത്ഥത്തിലും ഒരു പുരുഷനെ സ്വീകരിക്കാനോ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു എന്റെ കുഞ്ഞിപ്പാത്തിന് ഒരു കുഴപ്പമില്ലെന്ന്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ എന്റെ കൊച്ചിന് ഈ അലൂസ് നടത്തി തരും. ആ മുഖം ബലം കൊടുത്ത് ഉയർത്തിയെടുത്ത് ആ നെറ്റിയിലും കണ്ടിലും ചുണ്ടിലുമൊക്കെ അവന്റെ ചുണ്ടുകൾ പാഞ്ഞു നടക്കുന്നതിനൊപ്പം അവളെ പേട്ടിലേക്ക് വീണ്ടും മലർത്തി കിടത്തി അൽത്താഫ്. പിന്നെ ആ മുഖത്തേക്കൊന്നും നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു. ചുവന്ന തൊടുത്ത ആ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കിക്കണ്ടവൻ അവളെ തൊടുത്ത മാറിലേക്ക് മുഖം ചേർത്തു. വീണ്ടും അവളിൽ അലിയാൻ അവന്റെ മനസ്സും ശരീരവും ഒരുപോലെ തുടിച്ചുയർന്നു. ആ രാത്രി പുലരുവോളം പ്രണയത്തിന്റെ കാമത്തിന്റെ ഉന്നതിയിലായിരുന്നു ഇരുവരും. പിന്നെ നേരം പുലരാൻ നേരം എപ്പോഴാണ് ഇരുവരും തളർന്നുറങ്ങിയത്. രാവിലെ ആദ്യം ഉണർന്നത് അൽത്താഫ് ആയിരുന്നു. തന്റെ നെഞ്ചിൽ പതുങ്ങി ചേർന്ന് കിടക്കുന്ന പെണ്ണിനെ കണ്ണെടുക്കാതെ അടങ്ങാത്ത പ്രണയത്തോടെ നോക്കിക്കിടന്നു അവൻ. എന്റെ പെണ്ണ്, എന്റെ മാത്രം. അവന്റെ ഹൃദയം അത് തന്നെ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. അപ്പൻ ചുണ്ടുകൾ ആ നെറുകയിലും അമർന്നിരുന്നു. ദിവസങ്ങൾ പോകെ അൽത്താഫും ലച്ചുവും ആഴത്തിൽ പ്രണയിച്ചുകൊണ്ടിരുന്നു. പിരിയാൻ കഴിയാത്ത വണ്ണം ഇരുവരും ഓരോ നിമിഷവും ഭ്രാന്തമായി സ്നേഹിച്ചുകൊണ്ടിരുന്നു. അവന് വേണ്ടി ജീവന് കൊടുക്കാൻ പോലും തയ്യാറാവുന്ന വിധത്തിൽ ലച്ചു അവനെ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നു. അതുപോലെ ആ മുഖത്ത് വിരുന്ന ചിരിയിലായിരുന്നു അൽത്താഫിന് സന്തോഷവും. ഈ വരുന്ന സൺഡേയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടത്താമെന്ന് തീരുമാനിച്ചു. തന്നെ MLAക്ക് വരാൻ പറ്റും. ലച്ചുവിന് നഗ്നമായ വയറിലെ മുറിപ്പാടിലൂടെ വിരലൊടിച്ചും ചുണ്ടാമർത്തിയും കിടക്കുമ്പോഴാണ് അൽത്താഫ് ലച്ചുവിനോട് പറഞ്ഞത്. അപ്പോ ഉമ്മയും ബാപ്പയും വിളിക്കുന്നില്ലേ? വരുവോ അലൂസേ? നാളെ എങ്ങോട്ട് വിളിക്കുമ്പോൾ പറയണം. വരുമെന്നറിയില്ല. പോയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. നീ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെയാണ് എന്ന് പോലും എന്റെ പാത്തുമ്മ ചോദിച്ചില്ല ഇതുവരെ. നാളത്തോടെ ഫുൾ സെറ്റ് ആക്കും. അപ്പൊ നാളെ എന്റെ കൂടെ വന്നാൽ നമുക്കൊക്കെ കണ്ടിട്ട് വരാം. ഞാൻ ഉദ്ഘാടനത്തിന്റെ അന്നേ വരുന്നുള്ളൂ. അന്ന് കണ്ടാൽ മതി എനിക്ക്. ആണോടി എന്റെ പാത്തുന് അന്ന് കണ്ടാൽ മതിയോ? ചോദിക്കുന്നതിനൊപ്പം ആ കുഞ്ഞു വയറിലെ മനോഹരമായ ചുഴിക്കുള്ളിൽ അവനെ നാവ് നോണ്ട് കയറി പിടഞ്ഞുകൊണ്ട് ലച്ചു ഉയർന്നു.
എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ സമ്മതിക്കാതെ അവളെ അരയിൽ പിടിച്ച് അമർത്തിക്കിടത്തി. അവിടെ മകൻ നുകർന്നു. വയറിലെ മുറിപ്പാടുകളിൽ ആകെ ചുണ്ടമർത്തിയും നാവൊഴിച്ചും അവളെ അമർത്തിക്കിടത്തി അൽത്താഫ്. പിന്നെ ഉയർന്നു വന്ന് വീണ്ടും അവളിലേക്ക് അമർന്ന് വീണ്ടും വീണ്ടും മതിവരാതെ അവളിൽ അലിഞ്ഞുകൊണ്ടിരുന്നു.